എല്ലാവർക്കും ഡെലിഷ്യസ് റെസിപ്പീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നല്ലൊരു തോരൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ചെറുപയർ ചേർത്തിട്ടുള്ള ഒരു പടവലങ്ങ തോരനാണ് ഇന്ന് തയ്യാറാക്കുന്നത്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കിയാലോ. ഞാനിവിടെ 300 ഗ്രാം പടവലങ്ങയാണ് എടുത്തത്. ഇതിനുള്ളിലെ കുരുവൊക്കെ നീക്കം ചെയ്ത് കഴുകി വൃത്തിയാക്കി എടുത്ത് വെച്ചിരിക്കുകയാണ്. ഇനി ഇത് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം. പിന്നെ നമുക്ക് അരപ്പിന് വേണ്ടിയിട്ട് 1/2 കപ്പ് നിറയെ തേങ്ങയും 2 വെളുത്തുള്ളിയും 2 പച്ചമുളകും 1/4 ടീസ്പൂൺ ചെറിയ ജീരകവും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയുമാണ് എടുത്തത്. ഇത് ഒട്ടും തന്നെ വെള്ളം ചേർക്കാതെ തരിതരിപ്പായിട്ട് ഒന്ന് അരച്ചെടുക്കണം. ഇനി നമുക്ക് തോരൻ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയാണ് ഒഴിച്ചത്. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ 1/2 ടീസ്പൂൺ കടുക് ചേർക്കാം. കടുക് നന്നായിട്ട് പൊട്ടി വന്ന് കഴിയുമ്പോൾ നമുക്കിതിലേക്ക് ബാക്കിയുള്ള ചേരുവകൾ ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 2 ഉണക്കമുളകും കുറച്ച് കറിവേപ്പിലയുമാണ് ഇതിലേക്ക് ചേർക്കുന്നത്. ഈ ഉണക്കമുളകും കറിവേപ്പിലയും ഒന്ന് വഴറ്റിയ ശേഷം ഇതിലേക്ക് നമുക്ക് അടുത്തതായിട്ട് സവാളയാണ് ചേർക്കാനുള്ളത്. ഒരു ചെറിയ സവാളയുടെ പകുതിയാണ് ഞാനിപ്പോൾ ഇതിലേക്ക് ചേർക്കുന്നത്. സവാള ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഒരുപാട് സമയമായിട്ട് സവാള ബ്രൗൺ ഷെയ്ഡൊന്നും ആകുന്നവരെ ഒന്നും വഴറ്റേണ്ട ആവശ്യമില്ല. സവാള നന്നായിട്ട് ഒന്ന് സോഫ്റ്റായി വന്നു കഴിയുമ്പോൾ നമുക്കിതിലേക്ക് അരപ്പ് ചേർക്കണം. നേരത്തെ ഈ അരപ്പ് തയ്യാറാക്കുന്നതിൻ്റെ കൂട്ടൊക്കെ ഞാൻ പറഞ്ഞുവല്ലോ, ഇത് ഒട്ടും തന്നെ വെള്ളം ചേർക്കാതെ വേണം ഒന്ന് ചതച്ചെടുക്കേണ്ടത്. അപ്പോൾ അരപ്പ് ചേർത്തിട്ട് 1-2 മിനിറ്റ് നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത ശേഷം കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പടവലങ്ങയാണ് നമുക്കിതിലേക്ക് അടുത്തതായിട്ട് ചേർക്കേണ്ടത്. ഇത് ഈ ഒരു വലിപ്പത്തിലാണ് പടവലങ്ങ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ 300 ഗ്രാം പടവലങ്ങയാണ് ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത്. ഇനി ഇത് നമുക്ക് നല്ലതുപോലെ ഈ അരപ്പുമായിട്ട് ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഞാൻ ഇതിനു മുമ്പ് പടവലങ്ങ തോരൻ്റെ മാത്രമായിട്ടുള്ള ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൂടാതെ ചെറുപയർ തോരൻ്റെ റെസിപ്പിയും പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ചെറുപയർ തോരൻ്റെ വീഡിയോയ്ക്ക് 4,90,000-ലധികം വ്യൂസ് വന്നിട്ടുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് ഈ വീഡിയോകളൊക്കെ ഒന്ന് കാണാവുന്നതാണ്. ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. പടവലങ്ങ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. അപ്പോൾ ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം ചെറിയ തീയിൽ വെച്ചിട്ട് നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഇടയ്ക്കൊന്ന് തുറന്ന് ഇളക്കി കൊടുക്കാനായിട്ട് മറക്കരുത്. അപ്പോൾ ഞാനിതിവിടെ ഒന്ന് അടച്ചു വയ്ക്കുകയാണ്. തീ കുറച്ചാണ് വെച്ചിട്ടുള്ളത്. ഒട്ടും തന്നെ വെള്ളം ചേർക്കാതെയാണ് പടവലങ്ങ വേവിച്ചെടുക്കുന്നത്. അപ്പോൾ ഒരു 5 മിനിറ്റ് ആയപ്പോഴാണ് ഞാനൊന്ന് തുറന്നിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കുന്നത്. പടവലങ്ങ ഒരല്പം കൂടി വെന്ത് വരാനുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത ശേഷം വീണ്ടും ചെറിയ തീയിൽ ഇതൊന്ന് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കുകയാണ്. വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു തോരൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഈ രീതിയിലൊന്ന് തയ്യാറാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് കൂടി തരാനായിട്ട് മറക്കരുത്. ഇപ്പോൾ പടവലങ്ങ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ചെറുപയർ കൂടി ചേർക്കാനുണ്ട്. അപ്പോൾ ഞാനിവിടെ കുറച്ച് ചെറുപയർ ഉപ്പിട്ട് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഏകദേശം 7 ടേബിൾ സ്പൂൺ വേവിച്ച ചെറുപയറാണ് ഇപ്പോൾ ചേർക്കുന്നത്. ഇനി ഇത് നമുക്ക് അടച്ചു വെക്കേണ്ട ആവശ്യമില്ല. തുറന്ന് തന്നെ വെച്ചിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതുപോലെ കുറച്ച് ചെറുപയറും കൂടെ ചേർത്തിട്ട് പടവലങ്ങ തോരനൊന്ന് നിങ്ങൾ തയ്യാറാക്കി നോക്കണം. നല്ല ടേസ്റ്റിയാണ്. എല്ലാവർക്കും ഇത് തീർച്ചയായിട്ടും ഇഷ്ടമാകും. അപ്പോൾ ഞാനിതിവിടെ ഒരു 4-5 മിനിറ്റ് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ, ഇതിലൊട്ടും തന്നെ ഈർപ്പമൊന്നുമില്ല. നല്ലതുപോലെ ഡ്രൈ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇത് ചോറിൻ്റെ കൂടെയും കഞ്ഞിയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു തോരനാണ്. ഇന്നത്തെ ഈ നാടൻ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് കരുതുന്നു. അപ്പോൾ നമ്മുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് വീണ്ടും വരാം. താങ്ക്